റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖ്യ ഏജന്റുമാരായ സന്ദീപ് തോമസ്, സുമേഷ് ആന്റണി, സിബി ഔസേപ്പ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഇന്നലെ ആയിരുന്നല്ലോ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 3 പേർക്കുമുള്ള പങ്കിനെക്കുറിച്ച് പോലീസ് പുതുതായി നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അരുണ്യ, റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിലെ മുഖ്യ ഏജന്റുമാരായ പ്രതികൾ 3 പേരും അഴിയെണ്ണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ ഏറെ നാളുകളായി ഈ നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ട് നടന്ന 3 പ്രതികളെയും ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ പുലർച്ചെ പെരുമ്പാവൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മുഖ്യ ഏജന്റായി പ്രവർത്തിച്ച റഷ്യൻ പട്ടാളവുമായി, ആർമിയുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാന പ്രതി സന്ദീപ് തോമസ്, അതോടൊപ്പം തന്നെ സന്ദീപിന്റെ കേരളത്തിലെയും റഷ്യയിലെയും പ്രധാനപ്പെട്ട ഏജന്റുമാരായ മലയാളികളായ സുമേഷ് ആന്റണി, ഈ തൃശ്ശൂർ സ്വദേശിയും യുദ്ധത്തിൽ മരിച്ച ബിനിൽ ബാബുവിൻ്റെയും ജെയിൻ കുര്യൻ്റെയും ബന്ധുവായിട്ടുള്ള സിബി ഔസേപ്പ് എന്നിങ്ങനെ 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇവരെ ഇന്നലെ രാത്രി വരെയും ഏറെ നേരം ചോദ്യം ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടെത്തിയും ഓൺലൈനായും പ്രതികളോട് ചോദ്യം ചെയ്യൽ നടത്തി. ആ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയത്. രാത്രി 11 മണിയോടുകൂടിയാണ് കുന്നംകുളം മജിസ്ട്രേറ്റിന് വസതിയിലെത്തി കോടതിയിൽ ഹാജരാക്കി രാത്രി തന്നെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ 3 പേരും നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റും ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പ്രതികൾ മലയാളികളായ ചെറുപ്പക്കാരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി, മനുഷ്യക്കടത്തിന് നടത്തുന്നതിനു വേണ്ടി പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ ആളുകളെ തെറ്റിദ്ധാരണകൾക്ക് ഇരയാക്കി, പ്രലോഭനങ്ങൾക്ക് ഇരയാക്കി പണം വാങ്ങിക്കൊണ്ട് ആളുകളെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തു. അതിൽ നിന്നും റഷ്യൻ പട്ടാളത്തിൻ്റെയും മറ്റും ഭാഗത്തു നിന്നും കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ളവയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. 2 ചെറുപ്പക്കാർ, മലയാളികളായിട്ടുള്ള 2 ചെറുപ്പക്കാരാണ് ഇവർ അനധികൃതമായി മനുഷ്യക്കടത്ത് നടത്തിയത് വഴി റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. തൃക്കൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ കൊല്ലപ്പെട്ടു. ഈ ജനുവരി 4-നാണ് കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ ബാബു കൊല്ലപ്പെട്ടത്. ജെയിൻ കുര്യന് പരിക്കേറ്റ് കിടക്കുന്നു. 3 മലയാളികൾക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി കൂലിപ്പട്ടാളത്തിൽ എത്തപ്പെട്ട ആളുകൾ ദുരിതമുഖത്ത് നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. ന്യൂസ് മലയാളം നടത്തിയ നിരന്തര ഇടപെടലുകളെ തുടർന്ന് സർക്കാരുകളുടെ ഇടപെടലുകളുണ്ടായി. മുഖ്യമന്ത്രി കത്തെഴുതി, വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടു, റഷ്യയുമായി നയതന്ത്ര ചർച്ച നടത്തി, ഇന്ത്യൻ എംബസിയുടെ സജീവമായ ഇടപെടലുണ്ടായി, നോർക്ക ഇടപെട്ടു. ഇത്തരത്തിൽ സജീവമായ ഇടപെടലുകളെ തുടർന്ന് 3 പേർക്ക് ഭാഗ്യം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനായി. എറണാകുളം ചെങ്ങമനാട് സ്വദേശിയായിട്ടുള്ള റെനിൽ തോമസ്, കൊല്ലം സ്വദേശിയായിട്ടുള്ള സിബി ബാബു, അതേപോലെ തന്നെ തൃശ്ശൂർ കൊരട്ടി സ്വദേശിയായിട്ടുള്ള സന്തോഷ് ഷൺമുഖം, ഇങ്ങനെ 3 പേർക്ക് മാത്രമാണ് രക്ഷപ്പെടാനായത്. അവർ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, തങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന 30 പേരിൽ 22 പേരും, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരടക്കം 22 പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 3 മലയാളികൾക്ക് മാത്രമാണ് രക്ഷപ്പെടാനായത് എന്നുള്ളതാണ് മടങ്ങി വന്ന മലയാളികൾ നമ്മളോട് പറഞ്ഞത്. ദാരുണമായ സംഭവം. ബിനിൽ ബാബുവും സന്ദീപ് ചന്ദ്രനും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇവർ റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായി, മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ഈ പ്രതികൾ ചേർന്ന് ഒരുക്കിയ കുരുക്കിൽപ്പെട്ട് അവിടെ എത്തി 60 ദിവസത്തിനുള്ളിൽ തന്നെ, 2 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ആ വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഈ ആളുകളിൽ നിന്നുമെല്ലാം മറച്ചുവെച്ച് ഈ ആളുകളെ മരണമുഖത്തേക്ക് എത്തിച്ച ഏജന്റുമാരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. അവർ അത്തരം ഈ ആളുകൾ ദുരിതമുഖത്തും യുദ്ധമുഖത്തും അവശതയും ബുദ്ധിമുട്ടും നേരിടുമ്പോഴും, പ്രതിസന്ധികൾക്ക് നടുവിൽ അവർ മരണത്തെ ഭയന്ന് ജീവിക്കുമ്പോഴും നിരുപാധികം കേരളത്തിൽ നിന്ന് മറ്റ് ചെറുപ്പക്കാരെ കൂടി ഈ റഷ്യൻ പട്ടാളത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. അത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകളും മറ്റും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാകും. ഏതായാലും നിരന്തരമായി നമ്മൾ നടത്തിയ ഒരു വാർത്താ അന്വേഷണത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായി 3 പ്രതികളെയും, മനുഷ്യക്കടത്ത് നടത്തിയ 3 പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാനും അതുവഴി അവരെ അഴിക്കുള്ളിലാക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കുന്നംകുളം. തീർച്ചയായും ന്യൂസ് മലയാളത്തിന്റെ വലിയ ഇടപെടലുകൾ കൂടി ഈ വാർത്തയുടെ പുറകിൽ ഉണ്ട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലുള്ള മനുഷ്യക്കടത്തിൽ അറസ്റ്റിലായ 3 പ്രതികളെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.